ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. റിവ്യൂ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഞാൻ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഈ മൂവി ഞാൻ ട്രെയിലർ കണ്ട് എക്സ്പെക്റ്റേഷനിൽ, അത് വിനീത് ശ്രീനിവാസൻ്റെ മൂവി ആണ് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ മൂവി കാണാൻ പോകുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ പ്രീവിയസ് മൂവീസായ ഹൃദയം ഇതൊക്കെ എനിക്ക് ഭയങ്കര ടച്ച് ചെയ്ത മൂവീസാണ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് ഞാൻ ഈ മൂവി കാണാൻ പോയിരിക്കുന്നത്. ഇപ്പോൾ മൂവി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് തന്നെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് സൂപ്പറാണ്. ഫസ്റ്റ് ക്യാമറ കളർ ഗ്രേഡിങ്ങും പിന്നെ ഓരോരുത്തരെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും പിന്നെ ആ ലൊക്കേഷൻ, ചെന്നൈ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് അവർ സെറ്റ് ഇട്ടാന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. എനിക്ക് ആ ലൈറ്റിങ്ങാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മൂവിയുടെ ഫുള്ള് ഇപ്പോൾ തട്ടത്തിൽ മറയത്തിൽ എനിക്ക് അത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സെയിം ഫീൽ തന്നെ ഇവിടുത്തെ ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും ഇതൊക്കെ അടിപൊളിയാണ്. അത് നന്നായിട്ട് ഞാനും ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. മൂവിയുടെ തുടക്കത്തെ കുറേ നല്ല നല്ല സീൻസ് ഉണ്ടായിരുന്നു. അവരുടെ പ്രണയം കാണിക്കുന്ന രീതിയും ധ്യാനിൻ്റെ കൺട്രോൾഡ് അഭിനയവും എനിക്കത് ഇഷ്ടമായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാൻ ശ്രീനിവാസിൽ നിന്ന് എനിക്ക് പ്രതീക്ഷിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിനീത് ശ്രീനിവാസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു എനിക്ക് അതിലെ ആക്ടിങ് തോന്നും എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ആൾ കുറേ സ്ഥലത്ത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് അഭിനയിക്കുന്ന പോലെ തോന്നി. പ്രണവിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ മോഹൻലാൽ മാനറിസംസ് മനഃപൂർവ്വം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ എടുത്ത് കാണിക്കുന്ന ആക്ഷൻസ്, ഇപ്പോൾ ബോട്ടിൽ അതൊക്കെ അവർ കൊണ്ടുവന്നെന്ന് പറഞ്ഞു, പിന്നെ മീശ പിരിക്കുന്ന കൊണ്ടുവന്നെന്ന് പറഞ്ഞു. പക്ഷേ ചിരി, വെള്ളടിച്ചിട്ടുള്ള സംസാരം അതൊക്കെ നമുക്ക് ശരിക്കും മോഹൻലാൽ ഫീൽ വരും. ആസ് എ ഡയറക്ടർ അത് എടുത്ത് കളയേണ്ടതായിട്ട് തോന്നി. പക്ഷേ ആളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. എനിവേ ആ ഭാഗങ്ങളൊക്കെ തുടക്കം നല്ല രസമായിട്ട് തന്നെ തോന്നി എനിക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഭാഗം എന്ന് പറയുന്നത് അതിലെ സോങ്ങാണ്, ജ്ഞാപകം വരുന്നത്. ആ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവിയുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം ആ പാട്ടാണ്. ആ പാട്ട് വേറൊരു രീതിയിലോ അല്ലെങ്കിൽ ആൾക്കാരെ ടച്ച് ചെയ്യാത്ത രീതിയിലത്തെ ഒരു പാട്ടായിരുന്നെങ്കിൽ പടം മൊത്തത്തിൽ വീണ് പോയേനെ. എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ആ സീനിനെ നല്ല ഭംഗിയായിട്ടാണ് എപ്പോഴും എടുക്കുക. പക്ഷേ എനിക്ക് ഏറ്റവും പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിൽ കുറേ കോമഡീസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ സീൻസ് കോമഡിക്ക് വേണ്ടിയിട്ട് എഴുതിയ സീൻസ് ആയിട്ട് എനിക്ക് തോന്നി. സ്ക്രിപ്റ്റഡ് ആയിട്ട്, അതായത് സ്ക്രിപ്റ്റഡ് കോമഡീസ് എന്ന് പറയും. ആ സ്ക്രിപ്റ്റഡ് കോമഡി എനിക്ക് കുറേ മൂവിയിൽ പറഞ്ഞ പോലെ തന്നെ ക്രിഞ്ച് അടിക്കുകയായിരുന്നു, കല്ല് അടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ചില സ്ഥലത്ത് നമുക്കൊരു ഫ്ലോയിൽ പോകുന്ന സീൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഫ്ലോയിൽ തന്നെ പോകുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് ആസ് എ ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോനെ തകർക്കുന്ന രീതിയിലുള്ള കോമഡികളായിരുന്നു അതിൽ. കുറേ കോമഡീസും പിന്നെ കുറേ ക്യാരക്ടേഴ്സ്. ഒരു മൂവി സ്റ്റോപ്പ് ചെയ്ത് പോണതിൻ്റെ കാരണങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു ക്രിഞ്ചടിക്കുന്ന രീതിയിലുള്ള സീനാണ് കാണിക്കുന്നത്. അത് എഴുതി വെച്ചതിൻ്റെ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറേ കോമഡി സീൻസ് ഉണ്ട് ഇതിൽ, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ വന്നു പോകുന്നുണ്ട്. അവരൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അപ് ടു ദ മാർക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ബേസിക് കഥയിലുള്ള ആ ക്യാരക്ടേഴ്സ് നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. ഈ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ട് വന്നവരൊക്കെ എനിക്ക് ആ എഴുതി വെച്ചേക്കുന്നത് ആ സ്ക്രിപ്റ്റിലെ സീൻസും അതൊക്കെ അത്രയ്ക്ക് രസമായിട്ട് തോന്നിയില്ല. പിന്നെ ഈ മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഈ വിനീത് ശ്രീനിവാസ് ഫ്രണ്ട്സ്, ആ ഗ്യാങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരെന്ത് കാണിച്ചാലും നമുക്കൊരു ചെറിയൊരു ഇഷ്ടം നമുക്ക് ഈ മൂവി കാണുമ്പോൾ അവരോടുള്ളതുകൊണ്ട് നമ്മളത് കുഴപ്പമില്ല, അവനല്ലേ എന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാനും പറ്റുന്നുണ്ട് ഈ മൂവിയിൽ. അതുതന്നെയാണ് ഈ മൂവിയുടെ വിജയത്തിൻ്റെ പിന്നിൽ. ഇതിൽ അഭിനയിച്ചേക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ മൂവിയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എനിക്കൊക്കെ പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി ക്യാരക്ടേഴ്സിനെ നമ്മൾ പേഴ്സണലാക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷേ അതിൽ അഭിനയിച്ചേക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ആ അഭിനയിച്ചവരെ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്. അവരങ്ങനെ അഭിനയിച്ചതുകൊണ്ട് നമ്മൾ ഓക്കെ അവനല്ലേ പോട്ടെ എന്ന രീതിയിൽ നമുക്ക് ചില സീൻസ്, ക്രിഞ്ചടിക്കുന്ന സീൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ മൂവി കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ മൂവി എനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ബിലോ 7 ആണ് ഔട്ട് ഓഫ് 10. പക്ഷേ എനിക്ക് ഈ മൂവിയിൽ ഇവരെല്ലാവരും കാണാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ മൂവി മേക്ക് ചെയ്ത ടെക്നിക്കൽ സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്യാമറ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായി ഈ മൂവിയുടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.